നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിന് ധനവകുപ്പ് നൽകുന്നത് പുല്ലുവിലയോ? ധനവകുപ്പിന്റെ തീരുമാനത്തിൽ പിണറായി തീർത്തും അതൃപ്തനെന്നാണ് റിപ്പോർട്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 4% ക്ഷാമബത്ത അനുവദിച്ച് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിലൂടെ മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചതായി വിലയിരുത്തൽ ഉയരുന്നു. 2023 ജനുവരി മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ ക്ഷാമബത്ത അനുവദിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ ഇത് ധനവകുപ്പ് അംഗീകരിച്ചില്ല. മന്ത്രിസഭ തീരുമാനിച്ച കാര്യം കേരളത്തിലെ ഒരു വകുപ്പ് വിട്ടുന്നത് അത്യപൂർവമാണ്. DA വർധനയിലൂടെ 188 കോടി രൂപയാണ് പ്രതിമാസം സർക്കാരിന് അധിക ചെലവ് നേരിടുന്നത്. കുടിശ്ശിക അനുവദിക്കുകയാണെങ്കിൽ 6204 കോടി രൂപയാണ് ബാധ്യത. ഇതുകൊണ്ടാണ് ധനവകുപ്പ് ചില ഇടപെടൽ നടത്തിയതെന്നും സൂചനയുണ്ട്. ധനവകുപ്പിന്റെ ഉത്തരവിൽ ജീവനക്കാരുടെ പെൻഷൻകാരുടെ DA നിരക്ക് നിലവിലുള്ള 18% നിന്ന് 22% ഉയർത്തി എന്ന് മാത്രം സൂചിപ്പിച്ചതിനാൽ കുടിശ്ശിക നിഷേധിക്കപ്പെട്ടു. ഇതുവഴി DA വർധനയുടെ 33 മാസത്തെ കുടിശ്ശികയാണ് നിഷേധിക്കപ്പെട്ടത്. ഇത് ബോധപൂർവമാണെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലിനോട് മുഖ്യമന്ത്രി വിശദീകരണം തേടും. തിരുത്തമുണ്ടാകും. CPM അനുകൂല സർവീസ് സംഘടനകൾ പാർട്ടി നേതൃത്വത്തെയും ഇക്കാര്യം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തെ ഗൗരവത്തിലെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളിൽ കാര്യമായ മാറ്റം വരുത്താൻ മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ. ചെറിയ മാറ്റങ്ങൾ മുഖ്യമന്ത്രി തലത്തിൽ വരുത്താറുണ്ട്. ഇക്കാര്യത്തിൽ ധനവകുപ്പ് ഏകപക്ഷീയമായി മാറ്റം വരുത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യത്തിൽ ധനമന്ത്രിയെ മുഖ്യമന്ത്രി ശാസിക്കാനാണ് സാധ്യത. ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും 2023 ജനുവരി 1 മുതൽ നൽകാനുള്ള ഒരു ഗഡു DA, DR നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷനോടൊപ്പം അനുവദിക്കാവുന്നതാണെന്ന് മന്ത്രിസഭാ യോഗത്തിനുള്ള കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിൽ മാറ്റമൊന്നും വരുത്താതെയാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. ഈ തീരുമാനപ്രകാരം കുടിശ്ശിക ലഭിക്കത്തക്ക വിധത്തിലാണ് താഴെ നിന്ന് ഫയൽ ധനവകുപ്പിൽ എത്തിയതെന്നാണ് അറിയുന്നതെന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. എന്നാൽ മന്ത്രിതലത്തിൽ ഇടപെട്ട് കുടിശ്ശിക ഒഴിവാക്കിയായിരുന്നു. ഇതാണ് പിണറായിയെയും സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയെ ധനമന്ത്രി തിരുത്തിയെന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രി എന്നതിലുപരി മന്ത്രിസഭാ തീരുമാനമാണ് അട്ടിമറിക്കപ്പെട്ടത്. ഇത് ധനമന്ത്രിയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തെ ഉദ്യോഗതല പിഴവാക്കി മാറ്റി ധനമന്ത്രി തലയുരുമെന്നും സൂചനകളുണ്ട്. ഒക്ടോബർ 31 ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ DA കുടിശ്ശികയായ തീയതി ഒഴിവാക്കി ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും DA നിരക്ക് നിലവിലുള്ള 18% നിന്ന് 22% ഉയർത്തി എന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് കുടിശ്ശിക നിഷേധിക്കപ്പെടാൻ കാരണമായത്. നിലവിൽ 6 ഗഡുക്കളായി 13% DA ആണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിശ്ശികയുള്ളത്.